ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ലഞ്ചായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ പറ്റിയ റാഗി മുദ്ദ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ വെള്ളം എടുത്ത് നന്നായിട്ട് തിളപ്പിക്കുക. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിലോട്ട് ആവശ്യത്തിന് റാഗിപ്പൊടി ഇടുക. റാഗിപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഒരു മൂടി വെച്ചിട്ട് ഇങ്ങനെ മൂടി വെക്കണം. ഒരു 5 മിനിറ്റ്സ് മൂടി വെച്ചാൽ മതി. എന്നിട്ട് ആ ആവിയിൽ റാഗിപ്പൊടി നന്നായിട്ട് വേവണം. അതിൻ്റെ ഒരു പാകം എന്ന് വെച്ചാൽ നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കത്തില്ലേ, ആ ഒരു കണക്കിലാണ് വെള്ളവും പൊടിയും ഒക്കെ അത്യാവശ്യം എടുക്കേണ്ടത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് മൂടിയെടുത്ത് മാറ്റുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. റാഗിപ്പൊടി ആ വെള്ളവുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കണം. ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന ഓവർ വെള്ളം ഒഴിക്കരുത് കേട്ടോ. അതിനുശേഷം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരിത്തിരി നേരം ഒന്ന് തണുക്കാൻ വെക്കുക. ചെറിയ ചൂടോടെ നിങ്ങൾ അതിൽ നിന്ന് എടുത്തിട്ട് നന്നായിട്ട് ലംസ് ഒന്നും ഇല്ലാതെ, ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ കൈ കൊണ്ട് നന്നായിട്ട് പരത്തിയെടുക്കുക. നിങ്ങൾ കിച്ചന്റെ കൗണ്ടർ ടോപ്പിൽ വേണമെങ്കിൽ എടുക്കാം, അതല്ലെങ്കിൽ ഒരു കട്ടിംഗ് ബോർഡിൽ വെച്ച് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ ബോളായിട്ട് ഉരുട്ടിയെടുക്കുക. ഇത് നല്ല സാമ്പാറും കറിയോ ഫിഷ് കറിയോ മട്ടൻ കറിയോ ഏത് ഇഷ്ടമുള്ള കറി ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാം. നമ്മൾ കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കാനാണ് റാഗി അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് യൂസ് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ റാഗി മുദ്ദ ഉണ്ടാക്കിയാൽ ചോറൊക്കെ ഒഴിവാക്കി ചോറ് ചപ്പാത്തിക്കൊക്കെ പകരമായിട്ട് ഒരു ഹെൽത്തി ഫുഡാണ്. മസ്റ്റ് ട്രൈ.